ഇത് 2012 മോഡൽ സെൻ എസ്റ്റിലാണ്. തേർഡ് ഓണർ വണ്ടി. 82,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വണ്ടിയിൽ നിലവിൽ വേറെ റീപ്ലേസ്മെൻറ്റ് ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഒന്നും ഇല്ല. ഇത് 2009 മോഡൽ സാൻഡ്രോ ആണ്. സാൻഡ്രോ GL. നിലവിൽ സെക്കൻഡ് ഓണറാണ് വണ്ടി. 66,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് 2005 മോഡൽ ഓൾട്ടോയാണ്. ഓൾട്ടോ LXi. നമുക്ക് ഫോർത്ത് ഓണറാണ് വണ്ടി വരുന്നത്. ഇത് 2012 ഓൾട്ടോയാണ്. നിലവിൽ വണ്ടി ഫോർത്ത് ഓണറാണ്. 75,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. നമ്മൾ ആസ്കിംഗ് പ്രൈസ് വരുമ്പോൾ 1.35 ഇത് 2012 മോഡൽ ഓൾട്ടോ K10 LXi ആണ് വേരിയൻറ്റ്. നമുക്ക് സെക്കൻഡ് ഓണറാണ് വണ്ടി. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നേ തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്ത് നിന്ന് നെയ്യാറ്റിൻകര പോകുന്ന വഴിക്ക് റോളൻസ് ഹോസ്പിറ്റലിൻ്റെ ഒരു ഇത്തിരി അങ്ങോട്ട് മാറുമ്പം ഇടത്തെ സൈഡിൽ കാണുന്ന കാർ സ്റ്റോർ എന്ന് പറയുന്ന ഷോപ്പിലാണ് വന്നേക്കുന്നത്. മൂന്നുകല്ലിൽ മൂട് എന്ന് പറയുന്ന സ്ഥലത്ത് കാർ സ്റ്റോർ എന്ന് പറയുന്ന ഷോപ്പിലാണ് നമ്മൾ വന്നേക്കുന്നത്. ഒരു 45,000 രൂപ തൊട്ട് നോക്കുന്ന എല്ലാതരം പ്രേക്ഷകർക്കും കാണാൻ കൊള്ളാവുന്ന, എടുക്കാൻ കൊള്ളാവുന്നതായ വണ്ടികൾ കിടക്കുന്ന ഒരു ഷോപ്പാണ്. ഏകദേശം സാധാരണക്കാർക്ക് പറ്റിയ വണ്ടികളാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത്തരത്തിലുള്ള വണ്ടികളും വർഷങ്ങളാണ് ഞാൻ കേട്ടത്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. എന്നിട്ട് നമുക്ക് ഇവിടുത്തെ വണ്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ചോദിച്ച് നോക്കിയിട്ട് വരാം. ഇത് 2005 മോഡൽ ഓൾട്ടോയാണ്. ഓൾട്ടോ LXi. നമുക്ക് ഫോർത്ത് ഓണറാണ് വണ്ടി വരുന്നത്. 1,32,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. നമ്മളിവിടെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 78,000 രൂപയാണ്. 78. എന്തെങ്കിലും കുറയോ? നമുക്ക് നെഗോഷ്യബിൾ ആണ് പ്രൈസ്. കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അഡ്ജസ്റ്റ് ചെയ്യാവുന്ന കാര്യമാണ്. നല്ലൊരു സീറ്റ് കവറുണ്ട്. അതുപോലെ വണ്ടിക്കകം വലിയ തരക്കേടില്ലാത്ത വൃത്തിയുള്ളൊരു വണ്ടി. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല വണ്ടിയിൽ. ഒന്നുമില്ല. ജെനുവിൻ കിലോമീറ്റേഴ്സ് ഒക്കെ ആണേ. അതെ. ടയേഴ്സ് ഒക്കെ ആവറേജ് ടയേഴ്സ്. വണ്ടിയുടെ കണ്ടീഷൻ നോക്കിയാലും വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഉണ്ടെന്ന് പറയാൻ ഇവിടെ ഒരു ചെറിയൊരു പൊട്ടൽ പോലൊരു സംഭവമുണ്ട്, അല്ലാതെ വേറെ ഒന്നും കാണുന്നില്ല. ബമ്പർ അങ്ങനെയുള്ളതൊന്നും കംപ്ലൈൻറ്റോ റീപ്ലേസോ ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല വണ്ടിക്ക്. സൈഡ് ടയേഴ്സ് നല്ല ടയേഴ്സ്. 78 രൂപ അല്ലേ? 78,000 രൂപയാണ് നമ്മൾ ആസ്കിംഗ് പ്രൈസ് ഇട്ടിരിക്കുന്നത്. ഇതിന്റെ റീടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഇനി എങ്ങനെയാണ്? നമുക്ക് വണ്ടിക്ക് ജൂലൈയിൽ വണ്ടിയുടെ ടെസ്റ്റ് വരും. ഈ വർഷം ജൂലൈയിൽ ടെസ്റ്റ് വരും. അപ്പോൾ ടെസ്റ്റ് എടുത്തു കൊടുക്കുന്ന വിലയാണോ അതോ ടെസ്റ്റിന് മുമ്പുള്ള വിലയാണോ? ടെസ്റ്റ് കഴിഞ്ഞാൽ കൊടുക്കുന്ന അതിന്റെ പ്രൈസിൽ വ്യത്യാസം വരുമോ? ടെസ്റ്റ് കഴിഞ്ഞാണ് നമുക്ക് അതിന്റെ പ്രൈസിൽ വ്യത്യാസം വരും. നിലവിലെ ടെസ്റ്റിന് മുൻപാണ് നമ്മൾ ഈ 78,000 റേറ്റ് പറയുന്ന വണ്ടിക്ക്. ഇത് 2017 മോഡൽ വാഗണറാണ്. ഇതിന്റെ VXi വേരിയന്റ്. സെക്കൻഡ് ഓണർ. 88,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. വണ്ടിക്ക് പിന്നെ ഫുൾ കവർ ഇൻഷുറൻസ് കിട്ടും. ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല കണ്ടീഷനാണ്. ഓരോ ഭാവൻ്റെയും മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. വണ്ടിക്കൊക്കെ കാണാനൊക്കെ കൊള്ളാം. നല്ല സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പുതിയ സീറ്റ് കവറാണ് തോന്നുന്നത്. നല്ല സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. ഫ്ലോർ മാറ്റൊക്കെ അടിച്ചിട്ടിട്ടുണ്ട്. അതെല്ലാം വൃത്തിയായിട്ട് തന്നെ കിടപ്പുണ്ട്. വേറെ അപാകതകളൊന്നുമില്ല. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? വണ്ടിക്ക് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല നിലവിൽ. റീപ്ലേസ് ഒന്നുമില്ല. ഡോസ് ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല കട്ടിക്ക് തന്നെ നിൽക്കുക. പഴം പോലത്തെ ഡോസ് അല്ല, കൊള്ളാം. അതേപോലെ ഡോർ പാഡൊക്കെ നോക്കിയാലും അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. തുരുമ്പ് അങ്ങനെയുള്ളതൊന്നുമില്ല. ആ രീതി നോക്കിയാലൊക്കെ വണ്ടി അതിൻ്റേതായ നീറ്റ്നെസ് ഉണ്ട്, കുഴപ്പമില്ല. ടയേഴ്സൊക്കെ അത്യാവശ്യം നല്ല ടയറാണ് കിടക്കുന്നത്. എത്ര ചോദിക്കുന്നത്? ചോദ്യം എത്ര? നമ്മളൊരു 3.55 ആണെങ്കിൽ നമുക്ക് ഓക്കെയാണ്. നമുക്ക് 3.25 വരെ നമുക്ക് വണ്ടിക്ക് ഫിനാൻസ് കിട്ടും. ഇത് 2012 മോഡൽ സെൻ എസ്റ്റിലാണ്. തേർഡ് ഓണർ വണ്ടി. 82,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വണ്ടിയിൽ നിലവിൽ വേറെ റീപ്ലേസ്മെൻറ്റ് ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഒന്നും ഇല്ല. വണ്ടിക്കകം കാണുമ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഒരു സ്റ്റീരിയോ ഉണ്ട്, അത്യാവശ്യം വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. 2 ഡോർ പവർ വിൻഡോസാണ്. സീറ്റ് കവേഴ്സ് ചെയ്തിട്ടില്ല, പക്ഷേ വണ്ടിക്ക് നല്ല ക്വാളിറ്റി ഉണ്ട്. നമ്മളെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും കാണുന്നില്ല. അതേപോലെ തന്നെ ഡോർ പാഡൊക്കെ നോക്കിയാലും നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. അവിടെയും ഊട്ടയും തുറയോ അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. വണ്ടി ആ രീതിയിലൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. എൻജിൻ സൈഡൊക്കെ പക്കയാണേ? ഓക്കെയാണ് വണ്ടിയുടെ എല്ലാം. ഏകദേശം എത്ര രൂപയാണ് ചോദിക്കുന്നത്? നമുക്ക് മാക്സിമം ഒരു 1.60 ആണെങ്കിൽ നമുക്ക് സെല് ചെയ്യാവുന്നത്. അത് വില പിന്നെ കുറയോ അങ്ങനെ ചെയ്യും? പ്രൈസ് നെഗോഷ്യബിൾ ആണ്. നമുക്ക് കസ്റ്റമർ ഒന്ന് ഇഷ്ടപ്പെട്ട് നമുക്ക് പ്രൈസ് നെഗോഷ്യബിൾ ആണ്. വ്യത്യാസം പറ്റാം. ഓക്കെ. വണ്ടി ഓരോ കാണാൻ കൊള്ളാം. ബോഡിയൊക്കെ അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. വലിയ പാച്ച് വർക്ക് കാര്യങ്ങളൊന്നും കാണുന്നില്ല. ആ രീതിയിലൊക്കെ വണ്ടി നീറ്റായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇത് 2000 മോഡൽ ഓൾട്ടോ 800 ആണ്. നമുക്ക് 80,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളൂ.
8th ഓണറാണ്. നിലവിൽ വണ്ടിയുടെ കണ്ടീഷനൊക്കെ ഓക്കെയാണ്. നമുക്ക് ഓടിച്ച് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ എടുത്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. നമ്മളിത് പ്രൈസ് ചോദിക്കുന്നത് 40,000 പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഓണർഷിപ്പ് കൂടിപ്പോയില്ലേ, നല്ലപോലെ കൂടിയിട്ടുണ്ട്. അതാണ് ഒരു നെഗറ്റീവ് എന്ന് പറയാൻ. വണ്ടിക്കകം നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം വൃത്തിയുണ്ട്. ഇത്രയും ഓണർഷിപ്പൊക്കെയാണെന്ന് പറഞ്ഞാലും വണ്ടി കാണാനൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അല്ലാതെ തുരുമ്പ് അങ്ങനെയുള്ള വല്ല പ്രശ്നങ്ങളുണ്ടാവും. താളം നോക്കിയാൽ അങ്ങനെയുള്ളതൊന്നും കാണുന്നില്ല, തുരുമ്പ് കാര്യങ്ങളൊന്നും കാണുന്നില്ല. അതൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഓണർഷിപ്പിൻ്റെ ഇതിൽ നമ്മൾ തുന്തള്ളി കളഞ്ഞാൽ പോലും വണ്ടിയുടെ വൃത്തിയെ നമ്മൾ മാനിക്കാതിരിക്കുന്നു. നല്ല വൃത്തിയായിട്ട് തന്നെ വണ്ടി ഇരിപ്പുണ്ട്. എ സി ഉണ്ടോ? ഇത് എ സി ഇല്ല. എ സി ഇല്ല. ഓട്ടിച്ച് പഠിക്കുക എന്നുള്ള രീതിയിൽ ഡ്രൈവിംഗ് കൈ തെളിയാൻ വേണ്ടിയൊക്കെ ഉള്ളൊരു ടീമിന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ളൊരു വൃത്തിയിലിരിക്കുന്ന വണ്ടി. അല്ലാതെ കളർ ഫെയ്ഡ് കാര്യങ്ങളൊന്നും വലുതായിട്ട് വന്നിട്ടില്ല. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല വണ്ടി. ഇല്ല. ഏത് വർഷമായിരുന്നു? 2000 മോഡൽ വണ്ടി. 2000. ഇതിന്റെ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഇനി എത്ര നാളുണ്ട്? നമുക്കിനി ഇതിന്റെ ടെസ്റ്റ് വരുന്നത് 2026 ഒക്ടോബറിലാണ് ടെസ്റ്റ് വരുന്നത്. ഇത് 2009 മോഡൽ സാൻഡ്രോ ആണ്. സാൻഡ്രോ GL. നിലവിൽ 2nd ഓണറാണ് വണ്ടി. 66,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നമ്മൾ ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ്. അതുകൊണ്ട് ഇനി 4 വർഷത്തേക്ക് കൊണ്ട് പേപ്പറും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. നമ്മൾ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 1.15 ആണ്. 1.15. ഏത് വർഷമായിരുന്നു? 2009 മോഡൽ വണ്ടി. ടെസ്റ്റ് കഴിഞ്ഞു, പേപ്പർ ഉണ്ട് 4 വർഷത്തേക്ക്. വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അതൊന്നും കുഴപ്പമില്ല. അത്യാവശ്യം നല്ല വൃത്തിയുള്ള സീറ്റ് കവേഴ്സൊക്കെ ചെയ്തിട്ടുണ്ട്. ഫ്ലോർ മാറ്റ് അടിച്ചിട്ടുണ്ട്. ബാക്ക് സൈഡ് നോക്കിയാലൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിക്കുകയാണ്. സീറ്റുകൾ കീറിപ്പോവുക അങ്ങനെയുള്ളതൊന്നും ചെയ്യില്ല. അത്യാവശ്യം നല്ല വൃത്തിയും മനയായിട്ട് തന്നെ വണ്ടി ഇരിപ്പുണ്ട്. 1.15 ചോദ്യം, അതോ 1.15? 1.15. വിലയിൽ അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടോ? അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. നമുക്ക് വന്ന് നോക്കി നെഗോഷ്യബിൾ ആണ് പ്രൈസ്. ബാക്ക് ടയർ നോക്കിയാലും അത്യാവശ്യമില്ല. ബാക്ക് ടയർ മോശമാണ്. ടയർ മാറി എടുക്കേണ്ടി വരും. അല്ലാത്ത പക്ഷം വണ്ടിയുടെ ബോഡി ഒന്നും കാണാനൊന്നും കുഴപ്പമൊന്നുമില്ല. റീപെയിൻറ്റ് കയറിയിട്ടുണ്ട്. അല്ല, ഈ ഡോറിൽ റീപെയിൻറ്റ് കയറിയിട്ടുണ്ട്. ഇത് റീപ്ലേസ് വന്നെയാണോ? വണ്ടിക്ക് വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇല്ല, പക്ഷെ റീപെയിൻറ്റ് കയറിയിട്ടുണ്ട്. ടച്ചിങ് ചെയ്തിട്ടുണ്ട്. അതാണ്. ഈ സൈഡ് മൊട്ട ടയറാണ്. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഇത് 2005 മോഡൽ വാഗണറാണ്. നിലവിൽ 7th ഓണറാണ് വണ്ടി. 91,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നമ്മൾ ആസ്കിംഗ് പ്രൈസ് 80,000 ആണ്. നമുക്ക് പാർക്ക് ആൻഡ് സെയിൽ വന്ന വണ്ടി ആയതുകൊണ്ട് നമ്മൾ ആ റേറ്റ് പറയണം വണ്ടിക്ക്. വണ്ടി നിലവിൽ വിൻഷീൽഡ് ഒരു റീപ്ലേസ്മെന്റ് ഉണ്ട്. ഈ വർഷം വിൻഷീൽഡ് മാത്രമേ റീപ്ലേസ്മെന്റ് ഉള്ളൂ. ഈ വർഷം നമുക്ക് വണ്ടിക്ക് ടെസ്റ്റ് വരും. നമുക്ക് വണ്ടി ഓടിച്ച് പഠിക്കാനൊക്കെയാണ് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആണ് വരുന്നത്. ആ ടൈപ്പ് ഒരു യൂസിനെ കൊള്ളാവും അല്ലേ? ആ ഒരു ടൈപ്പ് യൂസിനാണ് കുറച്ചുകൂടെ നല്ലത് വണ്ടി. നമുക്ക് കുറച്ചുകൂടെ ഒതുങ്ങിയിരുന്ന് ഓടിച്ച് പഠിക്കാനാണ് കുറച്ചുകൂടെ നല്ലത്. ഇപ്പോൾ 800 ഒക്കെ എടുക്കുന്ന പൈസയ്ക്ക് ഒരു വാഗണർ എടുത്ത് പൊക്കത്തി ഇരുന്ന് ഓട്ടിച്ച് പഠിക്കുകയും ചെയ്യുക എന്നുള്ള രീതിയിൽ ഓക്കെ. പക്ഷേ സ്ക്രാച്ച്, തുരുമ്പ് അങ്ങനെയുള്ളതൊന്നുമില്ല. പക്ഷെ എന്നാലും വണ്ടിയുടെ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ ഒരു ഇത്രയും ഓണർഷിപ്പ് ആയതിൻ്റെയും കൂടി തന്നെ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. വണ്ടിയുടെ കണ്ടീഷൻ മൊത്തത്തിൽ നോക്കുമ്പോൾ വലിയ അപാകതകൾ കാണുന്നില്ല. എന്ന് പറഞ്ഞാൽ റീപെയിൻറ്റ് ഇത്രയും വർഷം ആയതുകൊണ്ട് തന്നെ കയറിയിട്ടുണ്ട്. എന്നാലും വണ്ടി കാണാൻ അത്ര തെറ്റില്ല. പിന്നെ ടയേഴ്സൊക്കെ നോക്കിയാൽ ആവറേജ് ടയേഴ്സ് കിടപ്പുണ്ട്, കുഴപ്പമില്ല. ഇത് 2012 മോഡൽ ഓൾട്ടോ K10 LX ആണ് വേരിയൻറ്റ്. നമുക്ക് 2nd ഓണറാണ് വണ്ടി. നിലവിൽ 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നമ്മൾ ആസ്കിംഗ് പ്രൈസ് 1.60 ആണ്. നമുക്ക് പാർക്ക് ആൻഡ് സെയിൽ വന്ന വണ്ടിയാണിത്. വണ്ടിക്ക് വിൻഷീൽഡ് ഒരു റീപ്ലേസ്മെൻ്റ് ഉണ്ട്. വണ്ടിക്ക് എങ്ങനെ വില ഒരു വർഷത്തേക്ക് നമുക്ക് ഫിനാൻസ് അവൈലബിൾ ആണ്. ബോണറ്റ് ബമ്പർ ഒന്നും റീപ്ലേസ് ഇല്ല, നമുക്ക് വിൻഷീൽഡ് മാത്രമാണ് റീപ്ലേസ്മെൻ്റ് ഉള്ളൂ. വണ്ടിക്കാണ് അത് കൊള്ളാം, വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. റീപെയിൻ്റ് ഒന്നും വലുതായിട്ട് കയറിയായിട്ട് തോന്നുന്നില്ല. റീപ്ലേസ് ആയിട്ട് ഗ്ലാസ് മാത്രമേ ഉള്ളൂ. ഓരോ വണ്ടി വൃത്തിയുണ്ട് കാണാൻ. ടയേഴ്സൊക്കെ ആവറേജ് ടയേഴ്സാണ് കിടക്കുന്നത്. എത്ര ചോദിക്കുന്നത്? 1.60? 1.60 ചോദിക്കുന്നത്. ഇത് 2014 മോഡൽ ഗ്രാൻഡ് ഐറ്റൺ ആസ്തയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. നമുക്ക് ഫസ്റ്റ് ഓണറാണ് വണ്ടി. നിലവിൽ 80,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. വണ്ടിയിൽ വേറെ റീപ്ലേസ്മെൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഒന്നുമില്ല. നമ്മൾ ആസ്കിംഗ് പ്രൈസ് 3.40 ആണ്. നിലവിൽ വണ്ടിക്ക് 3-3.15 വരെ നമുക്ക് ഫിനാൻസ് അവൈലബിൾ ആണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്ന മോഡലാണ്. ഈ ടോപ്പ് വേരിയൻ്റ് ആണോ? ടോപ്പ് വേരിയൻ്റ് ആണ് വണ്ടി. മാനുവലാണ്. വണ്ടി കാണാനൊക്കെ കൊള്ളാം, നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ബാക്ക് AC വരുന്ന മോഡലാണ്. സീറ്റ് കവേഴ്സായിട്ട് ചെയ്തിട്ടില്ല.
ചോദിച്ചായിട്ട് ചെയ്തില്ല. നല്ലൊരു അലൈവിൽസ് കിടപ്പുണ്ട്. ബാക്കിലൊക്കെ നോക്കിയാലും വണ്ടി കാണാനൊക്കെ വൃത്തിയാണ്. പക്ഷേ ഇവിടെ 2 സ്ഥലങ്ങളിൽ പാച്ച് വർക്കുണ്ട്. ഒന്ന് ഇവിടെ ചെറിയൊരു ഒര വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലായിട്ട് വരുമ്പോൾ ഇവിടെ ഒരു ചെറിയ പൊട്ടലുണ്ട്. ബമ്പർ സൈഡായിട്ട് ചെറിയൊരു പൊട്ടലുണ്ട്. അല്ലാത്ത പക്ഷം വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഇത് 2017 മോഡൽ ടിയാഗോയാണ്. ഫസ്റ്റ് ഓണറാണ്. 65,000 കിലോമീറ്റർ. നമ്മളിപ്പോൾ നിലവിൽ ആസ്കിംഗ് പ്രൈസ് ഇട്ടിരിക്കുന്നത് 325 വണ്ടിക്ക് 3-3.25 വരെ ഫിനാൻസ് കിട്ടും. പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ആണ്. വണ്ടി വന്നിട്ട് എന്തോ പെട്രോൾ ആണ്. മൈലേജ് ഇപ്പോൾ ഒരു 15-16 ആ ഒരു റേഞ്ച് പ്രതീക്ഷിച്ചാൽ മതി. സീറ്റ് കവേഴ്സൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. മാനുവലാണ്. വണ്ടിക്കകമൊക്കെ കാണാൻ കൊള്ളാം. ബേസ് വേരിയൻ്റ് ആണ്. ആക്സിഡൻറ്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ടയേഴ്സൊക്കെ അത്യാവശ്യം നല്ല ടയർ കിടക്കുന്നുണ്ട്. വണ്ടി മൊത്തത്തിൽ നോക്കിയാലും കാണാനേ കൊള്ളാം. നല്ല വൃത്തിയായിട്ട് തന്നെ വണ്ടി ഇരിപ്പുണ്ട്. വേറെ കംപ്ലൈൻറ്റ്സ് ആയിട്ടൊന്നും കാണുന്നില്ല. ടയേഴ്സ് എല്ലാം ഒരു നല്ല ടയേഴ്സും കിടപ്പുണ്ട്. ഇത് 2012 ഓൾട്ടോയാണ്. നിലവിൽ വണ്ടി 4th ഓണറാണ്. 75,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. നമ്മൾ ആസ്കിംഗ് പ്രൈസ് വരുമ്പോൾ 1.35. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. വണ്ടിക്ക് 1 ഇയർ ഇൻഷുറൻസ് കിട്ടും. ആക്സിഡന്റ് കേസ് ഒന്നുമില്ലല്ലോ? ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. വണ്ടിക്കകമൊക്കെ കാണാൻ കൊള്ളാം. ഇവിടെ വണ്ടിയുടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ 7-8 ഓണറൊക്കെ ആണെങ്കിൽ വണ്ടി മൊത്തത്തിൽ കാണാൻ വലിയ തെറ്റില്ലാത്ത വണ്ടികളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ വൃത്തിയുണ്ട് വണ്ടി കാണാൻ. ആ രീതിയിൽ ഈ വണ്ടികൾ വേറെ ഇഷ്ടക്കേടൊന്നുമില്ല. ബാക്ക് സൈഡ് എടുത്ത് പോകുന്ന നോക്കിയാലും വണ്ടിക്ക് അതിൻ്റേതായ വൃത്തിയും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ കിടക്കുന്നു. തുരുമ്പോ അങ്ങനെയുള്ളതൊന്നുമില്ല. എല്ലാം വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ടൈപ്പ് വണ്ടികൾ കാണാൻ. ടയേഴ്സൊക്കെ ആവറേജ് ടയേഴ്സ് കിടപ്പുണ്ട്. ഒന്ന് എത്ര ചോദിക്കുന്നത്? 1.35 നമ്മൾ പ്രൈസ് പറയണേ. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഇത് 2018 മോഡൽ കിഡാണ്. കിഡ് ഓട്ടോമാറ്റിക്. 35,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. നിലവിൽ വണ്ടി ഫസ്റ്റ് ഓണറാണ്. നമ്മൾ 350 പ്രൈസ് പറയണേ. വണ്ടിക്ക് ഫിനാൻസ് 350 ഫിനാൻസ് കിട്ടും. വണ്ടിക്കകമൊക്കെ കാണാനൊക്കെ നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ വെച്ചിട്ടുണ്ട്. സീറ്റ് കവേഴ്സ് ചെയ്തില്ല. ഫ്ലോർ മാറ്റൊക്കെ അടിച്ചിട്ടിട്ടുണ്ട്. ആ രീതിയിൽ വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ബാക്ക് സൈഡ് നോക്കിയാലും ഒക്കെ അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അതിനൊന്നും കുഴപ്പമില്ല. എത്ര ചോദിക്കുന്നത്? 350 നമ്മൾ പ്രൈസ് ഇട്ടിരിക്കുന്നത്. 3-3.25 നമുക്ക് വണ്ടിക്ക് ഫിനാൻസ് കിട്ടും. ടയേഴ്സൊക്കെ അത്യാവശ്യം നല്ല ടയറും കിടപ്പുണ്ട്. റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല വണ്ടിയിൽ. ഇത് 2016 വാഗണറാണ്. വാഗണർ 2nd ഓണറാണ്. 45,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നിലവിൽ വണ്ടി ഓട്ടോമാറ്റിക് ആണ്. 355 നമ്മൾ ചോദിക്കുന്ന പ്രൈസ്. വണ്ടിയിൽ വിൻഷീൽഡ് റീപ്ലേസ്മെന്റ് ഉണ്ട്. ബോണറ്റും ബമ്പറൊന്നും റീപ്ലേസ് ഇല്ല? ഇല്ല, വേറെ ഒന്നുമില്ല. വണ്ടിയിൽ ഫിനാൻസ് അവൈലബിൾ ആണ്. എത്ര രൂപ ഇറക്കാൻ പറ്റും? നമുക്ക് ഫുൾ കവർ ഫിനാൻസും കിട്ടും. ഫുൾ കിട്ടും. നമുക്ക് വണ്ടിക്ക് മാർക്കറ്റ് പ്രൈസ് ഉണ്ട്. നമ്മൾ 355 സെയിൽ ചെയ്യുമെങ്കിൽ നമുക്ക് ഫുൾ ഫിനാൻസ് കിട്ടും. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളൊക്കെ അവസാനിച്ചിട്ടുണ്ട്. നല്ല പഴയ വണ്ടികൾ അതിൻ്റേതായ ഓണർഷിപ്പായ വണ്ടികളാണ്. 6, 7, 8 ആ രീതിയിൽ ഓണർഷിപ്പ് ആയതാണ്. പിന്നെ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ക്വാളിറ്റി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ 8 ഓണർഷിപ്പായ വണ്ടിയൊക്കെ സാധാരണ അത്യാവശ്യം പഴം പോലെ ഇരിക്കും. അതായത് ഡോറും അല്ലെങ്കിൽ വണ്ടിക്കകം ഒരു വൃത്തിയില്ലാതെയും സർവീസ് ചെയ്ത് ഇടുന്നു, അത് ന്യായമാണ്. പക്ഷെ അല്ലാത്ത പക്ഷം വണ്ടി കാണുമ്പോൾ ഉള്ളൊരു മെന, പിന്നെ അതേപോലെ ഡോറൊക്കെ നമുക്ക് തുറക്കാൻ നേരത്ത് കിട്ടുന്ന ഒരു ഫീല്, ഈ വണ്ടിയുടെ ഡോറ് അലമ്പി ഉപയോഗിച്ചാണോ അല്ലേ എന്നൊക്കെ ഉള്ള ടൈപ്പ് ഒരു ഫീലുണ്ടല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. വണ്ടി അങ്ങനെയാണെങ്കിലും ഇത്രയും വർഷമൊക്കെ ഓടിയിട്ടുണ്ടെങ്കിലും ഇത്രയും ആൾക്കാർ ഉപയോഗിച്ചാണെങ്കിലും വണ്ടി കൊള്ളാം എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണല്ല, വേറെ ഒന്നും വിചാരിച്ചാളരുത്. അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള ചെറിയ വണ്ടികൾ, തോനെയും ചെറിയ വണ്ടികളായിരുന്നു, 1-2 വണ്ടികളായിരുന്നു ഇച്ചിരി പൈസയായ വണ്ടികൾ, ബാക്കിയുള്ള എല്ലാം ചെറിയ വണ്ടികളായിരുന്നു. അത്തരത്തിലുള്ള വണ്ടികൾ നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നൊരു വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോൾ